ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് താർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. മഹീന്ദ്രയുടെ താർ എന്ന് പറഞ്ഞൊരു വണ്ടിയിൽ നമ്മൾ അതിന്റെ ഹെഡ് ലൈറ്റ്, അതേപോലെ തന്നെ അതിന്റെ ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ല്, പിന്നെ ബാക്കിൽ വരുന്ന ടൈൽ ലൈറ്റ്, അതേപോലെ തന്നെ അതിന്റെ റിഫ്ലക്ടർ മാറ്റിയിട്ട് നമ്മൾ LED ഫിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടൈൽ ലൈറ്റ് നമ്മൾ LED തന്നെയാണ്, ഹെഡ് ലൈറ്റും LED തന്നെയാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഉള്ളിൽ വേറെ വർക്കുകളൊന്നും ഇല്ല, പുറത്തുള്ള വർക്കുകൾ മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ. അതിൽ മെയിനായിട്ട് ഫ്രണ്ടിലെ ഗ്രില്ല്, ബ്ലാക്ക് ഗ്രില്ല്, അതേപോലെ തന്നെ വണ്ടി ബ്ലാക്ക് തന്നെയാണ്. അതേപോലെ ഹെഡ് ലൈറ്റ്, പിന്നെ നമ്മുടെ ടൈൽ ലൈറ്റ്, റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് നല്ലൊരു LED. അപ്പൊ നമുക്ക് ഒക്കെ ഒന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പൊ നമുക്കറിയാം താറിന്റെ ഏറ്റവും പുതിയൊരു വണ്ടിയാണ്. അതിൽ സാധാരണ വരുന്ന കമ്പനി വരുന്ന ഗ്രില്ലും അതേപോലെ തന്നെ കമ്പനി വരുന്ന ഒരു ഹെഡ് ലൈറ്റാണ് ഉള്ളത്. ഇത് രണ്ടും നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാനുള്ള വർക്ക് അത് രണ്ടും റീപ്ലേസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ളൊരു റൂബിക്കോൺ ഗ്രില്ലും അതേപോലെ തന്നെ ഒരു LED മൈനസ് ഹെഡ് ലൈറ്റും അത് രണ്ടാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ചെയ്യണമെന്ന് ഇത് ഫുള്ള് അഴിക്കണം. ബമ്പർ മാറ്റണമെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഗ്രില്ല് മാറണമെങ്കിലും ഹെഡ് ലൈറ്റ് മാറണമെങ്കിലും ഫുൾ അഴിക്കണം. ഇതാണ് നമ്മുടെ ഹെഡ് ലൈറ്റ് വരുന്നത്, മൈനസ് LED ഹെഡ് ലൈറ്റ്. ഇതിന് നമുക്ക് 1 ഇയർ നമുക്കതിന് വാറണ്ടിയും വരുന്നുണ്ട്. നല്ല ലൈറ്റ് ഉള്ളൊരു LED ആണ്. അപ്പോൾ പാർക്ക് ഇടുമ്പോൾ നമുക്ക് സെൻറ്ററിലെ മൈനസ് മാത്രം കത്തി നിൽക്കും. ഇതിന് തൊട്ട് മുന്നേ വന്നിരുന്ന മോഡൽ എങ്ങനെ വെച്ചാൽ റിങ് ആയിരുന്നു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ളൊരു മോഡലാണ് ഈ സെൻറ്ററിൽ മൈനസ് പോലെ വരുന്നത്. മൈനസ് ഹെഡ് ലൈറ്റ് എന്നാണ് ഇതിനെ പറയുക. ഇതിന് 1 ഇയർ നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. ഇതിന്റെ ഫിറ്റിങ്സിൽ നമുക്ക് യാതൊരു കാരണവശാലും വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിന്റെ കപ്ലർ കറക്റ്റ് വരുന്ന കപ്ലർ, കമ്പനി കപ്ലർ, മെയിൽ ഫീമെയിൽ കപ്ലർ കണക്ട് ചെയ്യലും മാത്രമേ നമുക്ക് ഇതിൽ വരുന്നുള്ളൂ. പക്ഷെ ഇത് അഴിച്ച് ഫിറ്റ് ചെയ്താണ് ഞാൻ ആ കപ്ലർ പറഞ്ഞത്. ഇതിന്റെ ഫീമെയിൽ കപ്ലർ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും, അതിലേക്ക് ഇത് കണക്ട് ചെയ്യേ വേണ്ടു. ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാനുള്ള ഇതിന്റെ വർക്ക് തീർക്കാനുള്ള ബുദ്ധിമുട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അതിന്റെ ബമ്പറും അതേപോലെ ഗ്രില്ലും ഫുള്ള് അഴിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഇത് അഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. വളരെയധികം നട്ടുകളും ബോൾട്ടുകളും ഒക്കെ അഴിച്ചിട്ട് വേണം ഈ ഗ്രില്ല്, ഈ ബമ്പർ, ഫ്രണ്ടിലെ ബമ്പറായി തന്നെ ഊരിയെടുക്കാനായിട്ട്. അതിനുശേഷം വേണം ഫ്രണ്ടിൽ ഗ്രില്ല് ഊരാനും. ഗ്രില്ല് ഊരി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഹെഡ് ലൈറ്റ് ഊരാൻ പറ്റുള്ളൂ. ഗ്രില്ല് പിന്നെ നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രില്ല് നമ്മൾ റൂബിക്കോണിന്റെ ഗ്രില്ലാണ്. ആ ഗ്രില്ലും ഞാനൊന്ന് കാണിച്ചു തരാം. അതേപോലെ ഹെഡ് ലൈറ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഇനി നമുക്ക് അതിന്റെ ഗ്രില്ലും കൂടി നമുക്ക് കാണാം. ഗ്രില്ല് നമ്മൾ ബ്ലാക്ക് ആണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇതിൽ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ലും അതേപോലെ തന്നെ ഹെഡ് ലൈറ്റും മാറിയതിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേറെ എടുക്കുന്നുണ്ട്. താറ് വണ്ടിയുടെ തന്നെ നമ്മൾ ചെയ്തത് 3-4 വീഡിയോ ഒക്കെ എടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കമ്പനി വരുന്ന ഗ്രില്ല്. നമ്മൾ അതുമൊന്ന് ഊരി മഹീന്ദ്ര എന്ന് എഴുതിയിട്ടുള്ള കമ്പനി വരുന്ന ഒറിജിനൽ ഗ്രില്ലാണ്. അതൊരു ഷോ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയിട്ട് ഈ റൂബിക്കോൺ ഗ്രില്ലാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രില്ലാണ്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ഫ്രോൺസിന് നമ്മുടെ ഹൈക്രോസ്, അതേപോലെ തന്നെ നമ്മുടെ എർട്ടിക, ഇതിനൊക്കെ നമ്മൾ ഫ്രണ്ടിൽ പ്രാഡോ ഗ്രില്ലും അതേപോലെ റൂബിക്കോൺ ഗ്രില്ലും പല ഗ്രില്ലാണ് നമ്മൾ GR ഗ്രില്ലൊക്കെയും നമ്മൾ ഇതിൽ GR ഗ്രില്ല് നമ്മുടെ ഹൈക്രോസിനൊക്കെ മാറ്റിയതിന്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഈ ഫ്രണ്ടിലെ ഗ്രില്ലും അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റും ആ 2 വർക്കാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളൂ, ഫ്രണ്ടിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെഡ് ലൈറ്റ് 2 ഊരി, വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതേപോലെ ബാക്കിലും ഇതേപോലെ തന്നെ ബാക്കിൽ 2 വർക്ക് ഉണ്ട്. അതൊന്നും നമ്മുടെ ടെയിൽ ലൈറ്റ്. അപ്പോൾ ഈ ടെയിൽ ലൈറ്റും അതേപോലെ തന്നെ റിയർ അതിന്റെ ബാക്കിലെ ബമ്പറിൽ വരുന്ന റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ ഒരു LED നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ടൈൽ ലൈറ്റ് വരുന്നത് ഇതാണ് റിഫ്ലക്ടർ വരുന്നത്. ഈ റിഫ്ലക്ടർ മാറ്റിയിട്ട് അതിൽ LED ഉള്ള ഒരു ലൈറ്റാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഫ്രണ്ടില് അതിന്റെ വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹെഡ് ലൈറ്റ് റൈറ്റ് സൈഡിലെ ഹെഡ് ലൈറ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തു. വണ്ടിയുടെ റൈറ്റ് സൈഡിലെ ഹെഡ് ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇനി വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ഹെഡ് ലൈറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിന്റെ ഫിറ്റിങ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹെഡ് ലൈറ്റ് നമ്മൾ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറയണത്, നമ്മുടെ ഈ ഇലക്ട്രിക് വർക്കുകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ വാറണ്ടി നമുക്ക് നഷ്ടപ്പെടുന്നില്ല. വയർ കട്ടിങ് ഇല്ലാതെയാണ് നമ്മൾ ഇതിന്റെ വർക്കുകൾ ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ താറിന്റെ വളരെയധികം വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിനൊന്നും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നത്. ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് ഈ ഹെഡ്ലൈറ്റ് വരുന്നത്. ബാക്കി ഫിറ്റിങ്സൊക്കെ വണ്ടിയിൽ നിന്നുള്ള ഹെഡ്ലൈറ്റിൻ്റെ ഫിറ്റിങ്സ് ഊരി നമ്മൾ പുതിയ നമ്മുടെ മൈനസ് ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ LED ഹെഡ്ലൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ ഹെഡ്ലൈറ്റ് ആഡ് ചെയ്യുന്നത്. ഈ LED ഹെഡ്ലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഞാൻ ബമ്പർ ഒന്നുകൂടി നമുക്ക് കാണാം. ഇതാണ് കമ്പനി വരുന്ന ബമ്പറല്ല, സോറി, ഫ്രണ്ട് ഗ്രില്ല്. ഈ ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റൂബിക്കോൺ ഗ്രില്ല്. ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രില്ല്. ഇതാണ് ശരിക്കും ഗ്ലോസി ബ്ലാക്കിലാണ് നമുക്കിത് വരുന്നത്. ഇപ്പോൾ റെഡ് വണ്ടി ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വണ്ടി ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഈ ഗ്രില്ല് ആ സെയിം കളറിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതേ ഗ്രില്ലിൻ്റെ വർക്ക് ഫിറ്റിങ്സ് കൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഗ്രില്ല് വരുമ്പോൾ തന്നെ വണ്ടിക്ക് നല്ല ഷോയാണ്. കണ്ട വണ്ടിയുടെ ഇത് നല്ലൊരു ഇടുപ്പായി ഇപ്പോൾ വണ്ടിക്ക്. പഴയ കമ്പനി വരുന്ന ഗ്രില്ല് മാറിയപ്പോൾ തന്നെ നല്ല ഷോ വന്നു. കണ്ടോ, ഇപ്പോൾ ഈ ഗ്രില്ല് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ ബമ്പർ വരെ നമ്മൾ ഇന്ന് അഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സിനാണ് നമുക്ക് ഇത്തിരി അധികം സമയം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ഫിറ്റിങ്സ് അത്രേ ഉള്ളൂ. ഇനി ബാക്കിലെ ഫിറ്റിങ്സിൻ്റെ ടൈൽ ലൈറ്റ് ആണ് ഈ കാണിക്കുന്നത്. ഈ ടൈൽ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോട്ട് ടൈപ്പാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൈൽ ലൈറ്റാണ്. ഇതിന് നമുക്ക് 1 ഇയർ നമുക്ക് വാറണ്ടി വരുന്നുണ്ട്. ഈ ബാക്കിലെ റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ ലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് വാറണ്ടി വരുന്നില്ല. ഇതിലും വരുന്നത് ഇതും നമുക്ക് കപ്ലറാണ്, മെയിൽ ഫീമെയിൽ കപ്ലർ ഇട്ടുള്ള ഒരു ഫിറ്റിങ്സ് ആണ്. ഈ കപ്ലർ വെറുതെ വണ്ടിയിൽ വരുന്ന മെയിൽ കപ്ലർ ഈ ഫീമെയിൽ കപ്ലറിലേക്ക് വെറുതെ പ്രസ് ചെയ്യുന്നുണ്ട്. വേറെ ഫിറ്റിങ്സ്, വേറെ വയറിങ് ജോയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ വയർ കപ്ലർ ഇട്ട് വയർ ആഡ് ചെയ്യുക, അങ്ങനെ വേറൊരു പ്രശ്നം നമുക്ക് ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വാറണ്ടിയുടെ ഒരു ഇഷ്യൂസ് നമുക്ക് ഈ വർക്കിന് നമുക്ക് വരുന്നില്ല. ഇപ്പോൾ വണ്ടിയുടെ ഏത് വർക്കായാലും നമുക്ക് യാതൊരു കാരണവശാലും വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്കൊന്നും വരുന്നില്ല. ഇതാണ് കപ്ലർ വരുന്നത്. ഈ മെയിൽ കപ്ലർ മറ്റേ ഫീമെയിൽ കപ്ലറിലേക്ക് വെറുതെ വെച്ച് പ്രസ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ബാക്കിലെ റിയർ റിഫ്ലക്ടർ, ആ ബമ്പറിൽ വരുന്ന റിഫ്ലക്ടർ നമ്മൾ മാറ്റിയിട്ട് അതിലേക്ക് LED നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതേ വണ്ടിയുടെ ഫ്രണ്ടിലെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്കത് വർക്ക് ചെയ്ത് കാണിച്ചാൽ ഇപ്പം നമ്മൾ വെറുതെ അതിൻ്റെ പാർക്ക് മാത്രം ഒന്ന് ഓൺ ആക്കിയിട്ടുള്ളതാണ്. മൈനസിൽ കത്തി നിൽക്കുന്നത് പാർക്ക് മാത്രം നമ്മൾ ഇതിൽ ഓൺ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള വർക്ക് കൂടി നമുക്കൊന്ന് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലത്തെ വർക്ക് കൂടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് വർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ റിഫ്ലക്ടർ മാറ്റിയിട്ട് വെക്കാൻ പോകുന്ന LED. ഇതാണ് LED വരുന്നത്. ഇതിന് നമുക്ക് വാറണ്ടി വരുന്നില്ല. ഇപ്പം ഈ ഐറ്റംസ് ഫുള്ള് നമ്മളെ വണ്ടിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. ഒന്ന് എൻ്റെ ഫ്രണ്ടിലെ ബാക്കിൽ വരുന്ന ടെയിൽ ലൈറ്റും അതേപോലെ തന്നെ ഹെഡ് ലൈറ്റും. അപ്പോൾ ഞാൻ ഈ സോക്കറ്റ് കാണിച്ചു. ഇതേപോലെ സോക്കറ്റ് തന്നെയാണ് നമ്മൾ പുതിയത് ആഡ് ചെയ്ത ടെയിൽ ലൈറ്റിലും വരുന്നത്. കറക്റ്റ് അതിലേക്ക് മെയിൽ ഫീമെയിൽ പ്ലഗിങ് ആണ്. അതേപോലെ ഇതിൻ്റെ ബൾബുമ്മ തന്നെയാണ് അതിൻ്റെ സോക്കറ്റ് വരുന്നത്. ആ സോക്കറ്റിലേക്കാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് വരുന്ന കപ്ലർ കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ പുതിയ ഹെഡ്ലൈറ്റിലും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ അതിന് മാറ്റിയിട്ടുള്ള ഐറ്റംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം. ഇപ്പോൾ ബാക്കിൽ ബാക്കിലെ ബമ്പറും നമ്മൾ ഊരി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ ലൈറ്റ് മാറ്റാനായിട്ട് ബമ്പർ മാറേണ്ട കാര്യമില്ല. പക്ഷേ ഈ റിഫ്ലക്ടർ മാറ്റണമെന്നുണ്ടെങ്കിൽ ബമ്പർ നമ്മൾ ഊരിയിട്ട് തന്നെ നമുക്കത് ചെയ്യണം. ആ ബമ്പർ നമ്മൾ ഊരി അതിൻ്റെ റിഫ്ലക്ടർ നമ്മൾ മാറ്റി. പഴയ റിഫ്ലക്ടറാണ് കേട്ടോ, വണ്ടിയിൽ ഉണ്ടായിരുന്ന റിഫ്ലക്ടറാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഗ്രില്ല് നമ്മളവിടെ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ 3 ഐറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളത്. ഇന്ന് മാറ്റിയിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഈ 3 ഫിറ്റിങ്സാണ്. ഇലക്ട്രിക് ഫിറ്റിങ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് ഈ 3 ഐറ്റമാണ് ഉള്ളത്. ഇതിന് 3നും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്കൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ താറിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല് റൂബിക്കോൺ ഗ്രില്ല്, അതേപോലെ തന്നെ മൈനസ് ഹെഡ്ലൈറ്റ്, അതിൻ്റെ ഫുൾ ഫിറ്റിങ്സും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് വർക്ക് വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് ചെയ്തിട്ട് 4 കാര്യങ്ങൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹെഡ്ലൈറ്റ്, അതേപോലെ തന്നെ പിന്നെ ചെയ്തിട്ടുള്ള നല്ലൊരു ഗ്രില്ല്, പിന്നെ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ബാക്കിലെ ടൈൽ ലൈറ്റും അതേപോലെ തന്നെ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെയും ഒരു LED ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തു. ഇത്രയും വർക്ക് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കൊന്നിങ്ങനെ വർക്ക് ചെയ്ത് കാണാം. അപ്പോൾ നമ്മളിത് പാർക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. പാർക്ക് ഓൺ ആക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് കത്തുണ്ട്. അതേപോലെ തന്നെ ഇതിൽ വരുന്ന ലൈറ്റ്, ഇത് കമ്പനി വരുന്ന ലൈറ്റാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ലൈറ്റ്.
ഇപ്പോൾ ഡിമ്മാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഡിം ഇടുമ്പോൾ നമ്മുടെ മുകളിലൊരു ലൈറ്റ് മാത്രമേ നമുക്ക് ഇതിൽ കത്തുന്നുള്ളൂ. അതേപോലെ നമുക്ക് ബ്രൈറ്റ് ഒന്നിട്ട് കാണാം. ഇപ്പം നമ്മളിത് ബ്രൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പം നല്ല ലൈറ്റാണ്. ശരിക്കും ഇപ്പോൾ പകലായതുകൊണ്ട് നമുക്കത് അറിയണില്ല എന്ന് മാത്രം. ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കിലെ ലൈറ്റും കൂടി നമുക്കൊന്ന് കാണാം. പിന്നെ ഗ്രില്ലിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. ഗ്രില്ല് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു റൂബിക്കോൺ എന്ന് പറഞ്ഞൊരു ഗ്രില്ലാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലെ ലൈറ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ടെയിൽ ലൈറ്റും അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടർ മാറ്റി അവിടെ LED നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ശരിക്കും ഷോ വരുന്ന ഒരു സ്മോക്ക് കളറിലുള്ളതാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇത് തന്നെ റെഡ് കളറും വരുന്നുണ്ട്, സ്മോക്കും വരുന്നുണ്ട്. നമുക്ക് സ്മോക്കാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എൻ്റെ വർക്ക് വെച്ചൊന്ന് കാണാൻ നമുക്ക് അതൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് അതിൻ്റെ വർക്കിംഗ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതൊരു മാട്രിക്സ് ആണ്. വേണ്ടാ കറക്റ്റായിട്ടൊന്ന് ലൈറ്റ് ഒന്ന് ഓരോ കട്ടകൾ കത്തി കത്തി വന്നിട്ടാണ് അതിൻ്റെ ഫുള്ളായിട്ട് കത്തി നിൽക്കുക. ശരിക്കും വണ്ടിക്ക് നല്ലൊരു ബ്ലാക്ക് വണ്ടിക്ക് ഈ സ്മോക്ക് ആയിട്ടുള്ളൊരു ടെയിൽ ലൈറ്റ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നല്ല ഷോയായി. ശരിക്കും ഒറ്റ നോട്ടത്തിലോട്ട് ലൈറ്റ് ഉണ്ടെന്നുള്ള അറിയില്ല. കത്തുമ്പോൾ മാത്രമേ നമുക്കത് ആ ലൈറ്റ് എടുത്ത് കാണിക്കുന്നുള്ളൂ. അതാണ് ഈ സ്മോക്ക് ആയിട്ടുള്ള ടെയിൽ ലൈറ്റിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ റിഫ്ലക്ടർ നല്ല ഷോ ആയിട്ടുണ്ട്. ഹസാർഡ് ഓൺ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടാണെങ്കിലും ആ സൈഡിൽ നമുക്ക് മാത്രമായിട്ട് അത് വർക്ക് ചെയ്യും. ഇപ്പം നമ്മൾ ബ്രേക്ക് കൊട്ടുമ്പോൾ ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ട് കത്തും ചെയ്യും. അപ്പോൾ ഇത്രയും വർക്കാണ് ബാക്കിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ ആ കൂടി 4 വർക്ക് നമുക്ക് ഇതിൽ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ബാക്കിൽ ഈ 2 വർക്ക് നമുക്ക് ചെയ്ത് യാതൊരു കാരണവശാലും വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൽ വരുന്നില്ല. ഇപ്പോൾ ഇതേ നമ്മളിതേ ഹസാർഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഹസാർഡ് ഓൺ ചെയ്യുമ്പോൾ കണ്ട കറക്റ്റായിട്ട് 2 സൈഡ് റിഫ്ലക്ടർ അടിയിലത്തെ റിഫ്ലക്ടറും സൈഡിലേക്ക് പോകും. പിന്നെ ഇത് ടൈൽ ലൈറ്റുമത്തെ ഇൻഡിക്കേറ്ററും കറക്റ്റായിട്ട് കത്തും. ഇപ്പം നമ്മളിത് റിവേഴ്സ് ലൈറ്റ് ഇപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടു. 2 ടൈൽ ലൈറ്റിലും നമുക്ക് റിവേഴ്സിൻ്റെ ലൈറ്റ് കത്തും. അപ്പോൾ ഹൈ ബീം ഒന്ന് കത്തിച്ച് കാണാം ഫ്രണ്ടിലെ കണ്ടത്. ഇതേ ഹൈ ബീം ഇട്ടു. അപ്പോൾ നല്ല ബ്രൈറ്റിൽ കത്തും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പകലായ കാരണം അത് അറിയാൻ പറ്റില്ല. ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ താറിന്റെ വർക്ക് കഴിഞ്ഞു. ഇവിടെ നമ്മളിത് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായുള്ള റൂബിക്കോണ്ട് ഒരു ഗ്രില്ല് നമ്മളിലേക്ക് ആഡ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഹെഡ്ലൈറ്റ് നമ്മൾ മൈനസ് ഹെഡ്ലൈറ്റ് LED ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് ചെയ്താണ് വേറെ 2 വർക്കും കൂടി നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ ബാക്കിലെ ടൈൽ ലൈറ്റ് നമ്മൾ മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടർ മാറ്റി അവിടെ LED ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4 വർക്കാണ് നമ്മൾ ഈ വണ്ടിയിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുൾ വർക്ക് ചെയ്ത് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ താറിന്റെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ 4 ഐറ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ല റൂബിക്കോണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രില്ല്, അതേപോലെ തന്നെ മൈനസ് ഹെഡ്ലൈറ്റ്, അതേപോലെ തന്നെ ബാക്കിൽ ടൈൽ ലൈറ്റും, അതേപോലെ തന്നെ റിയർ റിഫ്ലക്ടർ LED. ഇതാണ് നമ്മുടെ ടൈൽ ലൈറ്റ് വരുന്നത്. ഏറ്റവും പുതിയ മോഡൽ ടൈൽ ലൈറ്റ് ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റിഫ്ലക്ടർ മാറ്റിയിട്ട് അവിടെ LED നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.